നമ്മൾ പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരുന്നത് യേശു കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ്. ഇന്നതിന്റെ മൂന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ദൈവകൃപയാൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായും ചിന്തിക്കുവാനുള്ളത്, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചു, അനേകരുടെ വിശ്വാസം, സ്നേഹം തണുത്തു പോകും, അല്ലെ? സ്നേഹം തണുത്തു പോകുന്നതിനെ പറ്റി പലയിടത്തും നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും നമ്മുടെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈയിടെയായിട്ട് കുറേയധികം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, അല്ലെ? അപ്പന്മാരെ കൊല്ലുന്ന അല്ലെങ്കിൽ അമ്മമാരെ കൊല്ലുന്ന മക്കളെ കുറിച്ചും ഒക്കെ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കർത്താവിന്റെ വരവിനെ അനുസ്മരിക്കുന്നു, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനെ അനുസ്മരിപ്പിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? അപ്പം മാതാപിതാക്കളെ അനുസരിക്കാത്തവരെന്നൊക്കെ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കുട്ടികളെ കുറിച്ചൊക്കെ, മക്കളെ കുറിച്ചൊക്കെ ഇപ്പൊ അങ്ങനെയാണ് നമുക്ക് കണ്ടുവരുന്നത്. അപ്പനെയും അമ്മയൊക്കെ കൊല്ലുന്ന മക്കളെയൊക്കെ നമ്മൾ കണ്ടു, അല്ലെ? എന്തിനൊക്കെയോ ലഹരികൾക്കൊക്കെ അടിമയായി പല കുട്ടികളും എന്ന് മാതാപിതാക്കളെ ആണെന്നോ ആരാണെന്നോ ചിന്തിക്കാതെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? തെറ്റുകളിലേക്കും ദുഷ്പ്രവൃത്തികളിലേക്കും അവർ ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളതാണ്. മാതാപിതാക്കളെ മനസ്സിലാക്കുന്നില്ല, അപ്പനമ്മയെ ആരെയും മനസ്സിലാക്കാതെ അവരവർക്ക് തോന്നുന്ന പോലെ ജീവിക്കുന്നു, കൊല ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ആനന്ദമായി ചെറുപ്പക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരവസ്ഥയായി കാണുന്നു, അല്ലെ? അന്ത്യകാലത്ത് ഇതൊക്കെ സംഭവിക്കും എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്നാണ് യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ചുള്ള സത്വർത്തമാനമാണ് കർത്താവ് യേശു ക്രിസ്തു സംസാരിക്കുന്നത് തന്നെ, അല്ലെ? നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ദൈവം പലപ്പോഴും എന്താണ് ഭാഗമായും ഒക്കെ നമ്മളോട് അറിയിച്ചത് എന്തായിരുന്നു? കാരണം കർത്താവ് യേശു ക്രിസ്തു സംസാരിക്കുന്നതെല്ലാം ഉപമകളായിട്ടായിരുന്നു. ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഉപമകളായിട്ടായിരുന്നു കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെ? അപ്പൊ ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെ പ്രസംഗത്തെക്കുറിച്ചും ഉപമകളായിട്ട് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു സംസാരിച്ചത് തന്നെ. അപ്പോ നമ്മൾ പ്രധാനമായും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, നമ്മൾ 4:17 വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4:17 നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4:17. മത്തായിയുടെ സുവിശേഷം 4:17. 17-ാമത്തെ വാക്യത്തിൽ, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ആദ്യമായി ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുവാനായും മാനസാന്തരപ്പെടുവാനായും ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്, അല്ലെ? അപ്പോ യോഹന്നാൻ സ്നാപകൻ ആ സമയത്ത് സ്നാനം നടത്തുന്നുണ്ട്. അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് മാനസാന്തര സ്നാനമാണ്. യേശു കർത്താവ് വരുന്നത് എന്തിനാണ്? സകലരെയും ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കാൻ, തന്നിലേക്ക് വിശ്വസിക്കുന്ന, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ കൊണ്ടുപോകുവാനാണ് കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരുന്നത്, അല്ലെ? അവരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ദുഷ്ടന്മാരെല്ലാം ശിക്ഷയിൽ അകപ്പെടും, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു പറയത്തുള്ളായിരുന്നു. കാരണം പല ആളുകളും ഇന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമാണെന്നൊക്കെ പല ആളുകളും ഇന്ന് തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്. പക്ഷെ കർത്താവ് യേശു ക്രിസ്തു ദൈവമായിരുന്നു എന്ന് ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. അന്നത്തെ യഹൂദന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും യഹൂദരിൽ നിന്ന് വിശ്വാസി വന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു, അവർ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നതുകൊണ്ട് മാത്രം ഒരു ദൈവമാണോ
അല്ല, പാപമോചനം നൽകുന്നു എന്ന് പറയുമ്പോഴാണ് കർത്താവ് യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ള കാര്യത്തേക്ക് വ്യക്തത വരുന്നത്. കാരണം ഞാൻ സകലർക്കും പാപമോചനം നൽകുന്നു, അല്ലെങ്കിൽ ഞാൻ വിടുവിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവനുള്ള ദൈവത്വം വെളിപ്പെടുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു മനുഷ്യന് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല. അല്ലെ, വെള്ളത്തെ വീഞ്ഞാക്കുവാനായിട്ട്, വീഞ്ഞെന്ന് പറയുമ്പോൾ നമുക്കറിയാം പല പ്രോസസ്സിലൂടെ കടന്നു പോയെങ്കിൽ അതൊരു വീഞ്ഞായി മാറുകയുള്ളൂ. അപ്പോ ആ വീഞ്ഞ് നമ്മള് ഒന്ന് ചിന്തിച്ചു നോക്കി, വെള്ളം കൽഭരണികളിൽ നിറയ്ക്കാൻ പറയുന്നു, അത് വീഞ്ഞാകുന്നു. എത്ര പെട്ടെന്നല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്, അല്ലേ? അപ്പോൾ ദൈവമായിരുന്നു എന്ന് അവൻ തന്നെ സാക്ഷ്യപ്പെടുത്തി, തന്റെ നാഴിക വന്നില്ല എന്നും അവിടെ പറയുന്നുണ്ട്. കാരണം താൻ മനുഷ്യനായി എന്തെങ്കിലും ചെയ്യണം, ദൈവം മനുഷ്യനായി നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട നാഴിക വന്നിട്ടില്ലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ നാഴിക വന്നപ്പോൾ താൻ തന്റെ പ്രവൃത്തി ആരംഭിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശു കർത്താവ് പാപമോചനം നൽകുന്നു. അപ്പോൾ യേശു കർത്താവിലൂടെ അല്ലാതെ വേറൊരു പാപമോചനം നമുക്കിനി ലഭിക്കുവാനായിട്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം എന്ന് കർത്താവായ യേശു ക്രിസ്തു അവിടെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 4:23 നമ്മൾ വായിക്കുന്നു, 23-ാമത്തെ വാക്യത്തിൽ, പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. ഇന്ന് സുവിശേഷം എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അലർജിയാണ്. എപ്പിസ്കോപ്പൽ മുതൽ മർത്തോമ വരെയുള്ള സഭകൾ, CSI വരെയുള്ള സഭകൾ എന്ത് ചെയ്യുന്നു? സുവിശേഷത്തിന് യാതൊരു താല്പര്യവും അവർക്കില്ല. കാരണം എന്താണ്? അവർ സംബന്ധിച്ചിടത്തോളം അവർ ദൈവവചനത്തിന് പുറത്താണ്. അതുകൊണ്ടാണ് അവർക്ക് സുവിശേഷം വേണ്ട എന്ന് അവർ പ്രഖ്യാപിക്കുന്നത്. കാരണം അവർക്ക് ഈ ചൊല്ലലും കാര്യങ്ങളും മാത്രമായി അവർ ഒതുങ്ങി ഒരു സൈഡിൽ പോവുകയാണ്. അവർക്ക് സുവിശേഷം വലിയ താല്പര്യമില്ല. കർത്താവായ യേശു ക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? കർത്താവായ യേശു ക്രിസ്തു 23-ാമത്തെ വാക്യത്തിൽ എന്താണ്? പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികൾ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും. അപ്പോൾ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കണം. അത് ഏത് രാജ്യത്തിന്റെയാണ്? നമ്മുടെ രാജ്യത്തിന്റെയാണോ? അല്ല, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കണം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പോ എല്ലാം നമ്മൾ നോക്കുമ്പോൾ എല്ലാം വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇപ്പൊ പെന്തിക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സുവിശേഷം അറിയിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്താണ്? അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് 3 ദൈവങ്ങളെ ആരാധിക്കുന്നു എന്നുള്ളതാണ് പെന്തിക്കോസ്തുകാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? എപ്പിസ്കോപ്പൽ സഭകളുമായി കൂട്ടുപിടിച്ച് അവരെന്ത് ചെയ്യുന്നു? 3 ദൈവങ്ങളെ ആരാധിക്കുന്നു. അവരുടെ നിക്കിയ എടുത്തുകൊണ്ട് അവർ 3 ദൈവങ്ങളെ ആരാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു തെറ്റും ദോഷകരവുമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ ഉപദേശം പ്രസംഗിക്കുകയും ചെയ്തു. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളൊക്കെയും നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾ ഒരു ക്രിസ്തുവിന്റെ അനുയായിയാണെങ്കിൽ, കർത്താവിന്റെ അനുയായിയാണെങ്കിൽ നിങ്ങൾ സുവിശേഷം അറിയിക്കുക തന്നെ വേണം. സുവിശേഷത്തെ കളിയാക്കുകയും പരിഹസിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സുവിശേഷം കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ദേഷ്യവും കാര്യങ്ങളും ഒക്കെയാണ്. കാരണം ഒരു ട്രാക്ട് കിട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ, കാരണം ഒരിക്കല് ഒരു വ്യക്തി ഒരു ഓർത്തഡോക്സുകാരനാണോ എവിടെയാണോ ഏതോ ഒരു എപ്പിസ്കോപ്പൽ സഭയാണ്. അപ്പൊ ആ സഭക്കാര് ഒരാൾക്ക് ഒരു ട്രാക്ട് കിട്ടി. അപ്പൊ എന്റെ അടുക്ക് വന്ന് നിൽക്കുന്നു. അപ്പൊ ഞാൻ ഈ വിശ്വാസത്തിലാണെന്ന് കണ്ട ഉടനെ എന്റെ അടുക്കലോട്ട് കൊണ്ടുവന്ന് തന്നിട്ട് എന്നോട് പറയുകയാണ്, ഇത് പിടിച്ചോ, ഇത് ഞങ്ങൾക്ക് എന്തോ പോലെയാണ്, ഇത് ഞങ്ങൾക്ക് ഇത് തരുന്നത് തന്നെ ഞങ്ങൾക്ക് എന്തോ അലർജി പോലെയാണ്, ഈ ട്രാക്ട് കാണുന്നത് ഞങ്ങൾക്ക് അലർജിയാണ്. ആൾ എന്നോട് പറയുകയാണ്, ഈ ട്രാക്ട് കാണുന്ന അലർജിയാണ്, ഒന്ന് പിടിച്ചോ പ്ലീസ്, ഒന്ന് പിടിച്ചോ, ഇതൊന്ന് കയ്യിൽ പിടിച്ചോ, കാരണം ഞങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല. കാരണം എപ്പിസ്കോപ്പൽ മുതൽ എന്ന് പറയുമ്പോൾ കത്തോലിക്ക മുതൽ മർത്തോമ വരെയുള്ള സഭകളിലെ ആളുകൾക്ക് കൊണ്ടുവന്ന് ട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും കർത്താവ് യേശു ക്രിസ്തു വിടുവിക്കുമെന്ന് പറയുന്ന ഒരു ട്രാക്ട് കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് അത് തൊടുന്നത് എന്തോ ഒരു അലർജി പോലെ, അത് തൊട്ട് കഴിഞ്ഞാൽ എന്തോ ഐറ്റം പോലെയാണ് അവർക്ക്. പെട്ടെന്ന് അവരുടനെ അത് നമ്മുടെ കയ്യിലോട്ട് തരും. കാരണം നിങ്ങൾ വിശ്വാസിയല്ലേ, നിങ്ങളുടെ കയ്യിലോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തരും. അപ്പോ അതാണ് അവരുടെ ഒരു
പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കാണുവാണെങ്കിൽ അറിയാം. അപ്പൊ നമ്മുടെ 9:35 9-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിലേക്ക് വരും. മത്തായിയുടെ സുവിശേഷം 9:35 നമ്മൾ കാണുന്നു. 9:35 വരുമ്പോൾ 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 35-ാമത്തെ വാക്യത്തിൽ യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പൊ ഇന്ന് കാണുന്ന എന്താണ്? കത്തോലിക്ക മുതൽ കത്തോലിക്കൽ എനിക്ക് തോന്നുന്നു കരിസ്മാറ്റിക് പ്രസ്ഥാനം എന്ന് പറയുന്ന മറ്റൊരു ഭാവമുണ്ട്. രണ്ട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഒന്ന് മധുവായിലുള്ള ശുശ്രൂഷയും അതുപോലെ തന്നെ എന്താണ് കരിസ്മാറ്റിക് യോഗങ്ങൾ നടത്തുക. അപ്പൊ രണ്ട് രീതിയിൽ പോകുന്നു. പിന്നെയുള്ള സഭകൾ എന്ത് ചെയ്യുന്നു? ഇതിനെ വെറുക്കുന്നു. സുവിശേഷം വേണ്ട, അപ്പോൾ അവരുടെ തിരുമേനിമാർ പറയുന്ന കൈയടിച്ചുള്ള പ്രാർത്ഥനയൊന്നും വേണ്ട, അതൊക്കെ അവർ നിർത്തിയതാണ് എന്നാണ് പറയുന്നത്. അവർക്ക് ഈ ചൊല്ലൽ മാത്രം മതി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചുകൊണ്ട് രാജ്യത്തിന് സുവിശേഷം സകല ദീനവും വ്യാധി സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അനുയായി ആകാൻ ആഗ്രഹിക്കുന്നവൻ എന്താണ് ചെയ്യേണ്ടത്? പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കണം. അവൻ എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പ്രസംഗങ്ങൾ അവൻ പ്രസംഗിക്കുകയും വേണം. സകല വേദനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അപ്പൊ അത് അവന്റെ ഒരു ശുശ്രൂഷയായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ ശുശ്രൂഷ ചെയ്യണം. അത് ക്രിസ്ത്യാനിയുടെ കടമയാണ് അത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചൊല്ലലല്ല. ക്രിസ്ത്യാനിയുടെ കടമ എന്താണ്? സംസാരിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കണം. ജലദീനവ്യാധികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും വേണം. അവനൊരു സുവിശേഷകനാണ്. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ അനുയായി എന്ന് പറയുമ്പോൾ അവനൊരു സുവിശേഷകനാണ്. ഇറ്റ്സ് ആൻ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ് അവനൊരു സുവിശേഷകൻ കൂടിയാണ് എന്നുള്ള കാര്യമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ദൈവിക ഭരണം മനുഷ്യരുടെ ഇടയിൽ സ്ഥാപിക്കും. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് രാജ്യത്തിൽ പ്രവേശിക്കാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് കൊണ്ടാണ് അത് സദ്വർത്തമാനമാകുന്നത്. അതായത് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലുടനീളം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഉപദേശത്തിനും വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അല്ലെ? വളരെ പ്രാധാന്യമുണ്ട് അതിന്. സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾ ക്രിസ്തുവിന്റെ അനുയായിയാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചൊല്ലലുകളിലോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ സുവിശേഷത്തെ വെറുക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവിന്റെ വഴിയിലല്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. അതാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. കാരണം അന്ത്യകാലമാണ്. നിങ്ങളെ പലതരത്തിൽ നിങ്ങൾ തെറ്റിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം 8:12 വരുമ്പം പുസ്തക പ്രവൃത്തികൾ 8:12 8:12 എന്നാൽ ദൈവരാജ്യത്തെയും ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന പീലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ നാമം, അല്ലേ? ആ നാമത്തിലുള്ള സുവിശേഷമാണ്, അല്ലെ? ആ നാമത്തിലുള്ള സുവിശേഷത്തിലേക്കാണ് നമ്മൾ 3 ദൈവങ്ങളുടെ നാമത്തിലുള്ള സുവിശേഷമല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സുവിശേഷം അറിയിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചുള്ള സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ നാമം എന്ന് പറയുമ്പോൾ പലർക്കും അലർജിയാ. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നാമക്കാരാണ്, അവരെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം ഇറങ്ങിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചുള്ള സുവിശേഷമാണ് നമുക്ക് വേണ്ടത്. ആ നാമത്തിലുള്ള സുവിശേഷത്തെ കുറിച്ച് വിശ്വസിച്ചപ്പോൾ ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചു. പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അപ്പം
അവർ എന്നെ ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ശീമോനും താനും വിശ്വസിച്ചു, സ്നാനമേറ്റു, ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തിയുടെ അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അപ്പോ ദൈവരാജ്യത്തേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ തന്നെ വലിയ വീര്യപ്രവൃത്തിയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ സംഭവിക്കാമെന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദൈവവചനമാണ്. ദൈവവചനം ഒരിക്കലും കള്ളം പറയുന്ന ഒന്നല്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അപ്പൊ ഇതെല്ലാം ഇതിനകത്തുണ്ട്. 20-25 ഞാൻ വായിക്കുമ്പോ, അപ്പോസ്തല പ്രവൃത്തികൾ 20-25 25-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് അവിടെ പറയുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടവരാണ്. ആ സുവിശേഷത്തിൽ എന്ത് ചെയ്യണം? അടിയുറച്ച് ജീവിക്കേണ്ടതിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുക തന്നെ വേണം. അപ്പൊ ആ അറിയിക്കുന്ന സുവിശേഷം എന്താണ്? അത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. ആ സുവിശേഷത്തെ നമ്മൾ അറിയിക്കുവാനായിട്ട് തയ്യാറാകണം. 28-23 നമ്മൾ കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിയിൽ 28-23 23-ാമത്തെ വാക്യം, ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്ന് അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. മോശയും ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം പെരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാജ്യത്തിന്റെ സുവിശേഷത്തിന് അതിനേറെ പ്രാധാന്യമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. കാരണം അന്ത്യനാളുകളാണ്. രാജ്യത്തിന്റെ സുവിശേഷം അതാണ്. രാജ്യത്തിന്റെ സുവിശേഷം അനേകരെ കർത്താവിന്, അതായത് അവന്റെ രാജ്യത്തേക്ക് എല്ലാവരും അവൻ കൊണ്ടുപോകുന്ന എനിക്ക് ഉറപ്പില്ല. എങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കർത്താവിന്റെ രാജ്യത്തേക്ക്, അല്ലെ, നമ്മള് കർത്താവിന്റെ ന്യായാസനത്തിൽ മുമ്പ് നിൽക്കുമ്പോൾ നല്ല പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ, അല്ലെ, ചിലർക്ക് വേണ്ടായിരിക്കും, അതുകൊണ്ട് അവർ ചെയ്യുന്നില്ല. അപ്പം പ്രതിഫലം ആഗ്രഹിക്കുക എന്നുള്ളതല്ല. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കണമെങ്കിൽ, നരകത്തിൽ പോകാതെ കർത്താവിന്റെ സന്നിധിയിൽ എന്ന് കർത്താവിനോടൊപ്പം വാഴണമെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർ ഭൂലോകമൊക്കെയും എന്ത് ചെയ്യണം? കർത്താവിന്റെ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടത് വളരെ അത്യാവശ്യകരമായ ഒരു കാര്യമാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോ നമ്മൾ രാജ്യത്തിന്റെ പ്രസംഗത്തിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കണം. ഇനി നമ്മൾ 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി 24-15 വായിക്കുന്നു, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത, അല്ലെ? ദാനിയേലിന്റെ പുസ്തകവും ഈ പുസ്തകവും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അല്ലെ? ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ചില ബന്ധങ്ങളുണ്ട്. പല പല സാമ്രാജ്യങ്ങൾ കടന്നു വരുന്നതിനെ ആ ഒരു പുസ്തകം കാണിക്കുന്നു. കാരണം രാജാവ് ഒരു സ്വപ്നം കാണുന്നു, അല്ലെ? നെബൂഖദ്നേസർ രാജാവ്, ബാബേലിലെ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം വ്യാഖ്യാനിക്കുവാനായി ദൈവം ദാനിയേലിനെ ഉപയോഗപ്പെടുത്തുന്നു. ഇതൊക്കെ നമ്മൾ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് സംസാരിച്ച ഈ വാക്കുകൾ വിശുദ്ധ സ്ഥലം എന്ന് യെരൂശലേം ദേവാലയത്തെ തന്നെയാണ്. അതായത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത, അല്ലെ? അപ്പൊ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ഉണ്ടാകും എന്നുള്ളതാണ് അവന്റെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം, അല്ലേ?
അതായത് നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 9:27 നമ്മൾ കടന്നു പോകുമ്പോ, ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 27 9:27. വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 27 വാക്യത്തിൽ അവൻ ആഴ്ചവട്ടത്തേക്ക് പലരുടെ നിയമത്തെയും കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഓമയാകും ഭോജനയാകും നിർത്തലാക്കുകയും മ്ലേച്ഛതയുടെ ചിറയുന്നതിൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ട സമാപ്തിയോടെ ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ വളരെ വ്യക്തമായിട്ട് ശൂന്യമാക്കുന്ന മ്ലേച്ഛത, അല്ലെ, ശൂന്യമാക്കുന്ന ഒരു മ്ലേച്ഛത ഉണ്ടാകാനുള്ള സാധ്യത അവിടെ കാണുന്നു. 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 31. യെരൂശലേം ദേവാലയത്തെ കുറിച്ചാണ് പറയുന്നത്, നമുക്ക് വ്യക്തമാണ്. 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 11:31 രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. 31-ാമത്തെ വാക്യത്തിൽ 31-ാമത്തെ വാക്യം, അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. അപ്പൊ മ്ലേച്ഛ ബിംബത്തെ അവിടെ പ്രതിഷ്ഠിക്കും. ഇതൊരു അന്ത്യകാല സൈനായിട്ട് അവിടെ കർത്താവായ യേശു ക്രിസ്തു രേഖപ്പെടുത്തിയിരിക്കുന്നു. 12:11 നമ്മൾ വരുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകം 12:11 നമ്മൾ കാണുന്നു. 11-ാമത്തെ വാക്യത്തിൽ 12:11 നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാകുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1190 ദിവസം ചെല്ലും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ശൂന്യമാക്കുന്ന മ്ലേച്ഛത അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ. അപ്പൊ AD 70 റോമാക്കാർ ആലയം നശിപ്പിക്കുമ്പോൾ ഇത് പൂർണ്ണമായി നിറവേറ്റപ്പെട്ടു എന്ന് ചിലർ ചിന്തിക്കുന്നു. എന്തായാലും യേശു കർത്താവ് ഇവിടെ വരുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത യുഗാന്ത്യത്തിൽ തന്റെ 2ാം വരവിനോട് ബന്ധപ്പെട്ടുള്ളതാണ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14 വാക്യത്തിന്റെ 29-31 വാക്യങ്ങളായി ഒത്തുനോക്കുമ്പോൾ ഈ വാക്യം എന്താണ്? റോമാക്കാർ ചെയ്ത മ്ലേച്ഛമായ ശൂന്യമാക്കൽ എന്ന ചിത്രം നമ്മളിവിടെ കാണുന്നു എന്നുള്ളതാണ്. 2 തെസ്സലോനിക്കർ നമ്മൾ വായിക്കുമ്പോൾ, 2 തെസ്സലോനിക്കരിൽ 2-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മൂന്ന് മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതുകയാണ്, ആരും ഏതുവിനെയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കും. നാശയോഗ്യനും അധർമ്മ മൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുക, ആരും ഏതുവിനെയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കും. അല്ലെ, പലരും വിശ്വാസം ത്യാഗം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പല ആളുകളും വിശ്വാസത്തിൽ പോരാടിയവർ പലരും ഇന്ന് യഹോവ ക്രൂരനാണെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പം ചില ആളുകൾ സ്നാനം വേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കണ്ടു. ഇതെല്ലാം വിശ്വാസത്യാഗത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലെ. പല ആളുകളും വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നാനം വേണ്ട, കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം വേണ്ട, ജലത്തിലുള്ള മുങ്ങൽ സ്നാനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം പഠിപ്പിക്കുന്നു. ഒരു കൂട്ടം എന്ത് ചെയ്യുന്നു? യഹോവ ക്രൂരനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു സൈഡ് നിന്ന് മാറിക്കൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന സുവിശേഷവുമായി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേര്, അതൊരു എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ വിശ്വാസത്യാഗത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതായത് ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കുന്ന നാശയോഗ്യൻ അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം.
എന്നും അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം ഒന്ന് നടിക്കും. പക്ഷെ അവൻ ദൈവം അല്ല, ദൈവം ഒന്ന് നടിക്കുന്നവനാണ്. ദൈവം എന്നോ പൂജാ വിഷയവും എന്ന് പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. അപ്പോ അഞ്ചാം വാക്യം, നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞോ എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പ് വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോകുക മാത്രം വേണം. അപ്പോൾ അധർമ്മ മൂർത്തി വെളിപ്പെട്ടു വരും. അവൻ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി അവന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ അവനെ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാധാരണ വ്യാപാര ശക്തികൾക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പൊ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ വേളയിൽ പറഞ്ഞു, അല്ലെ? അവന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷ പ്രഭാവത്താൽ അവനെ നശിപ്പിക്കുമെന്നും അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. അപ്പൊ ഇപ്പോഴും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ തന്നെ അധർമ്മമൂർത്തിയുടെ മർമ്മം അവിടെ വ്യാപരിക്കുന്നുണ്ടെന്ന് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങൾ, അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ആഗമനമായിരിക്കുന്നു എന്നുള്ളതാണ്. അത് എന്ന് വരുമെന്ന് നമുക്കറിയില്ല, അല്ലെ? ചിലത് വരുന്ന കള്ളനെ പോലെ വരും എന്നാണ്. കള്ളൻ ആരോടും പറഞ്ഞിട്ടാണോ കള്ളൻ വരുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ്. അവസാനം വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവായ യേശു ക്രിസ്തു വരാതിരിക്കുകയല്ല. കാരണം അവൻ ഇവിടെ മനുഷ്യനായി 3 വർഷം ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ ഒരു 33.5 വർഷം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇനി വരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വരിക തന്നെ ചെയ്യും, നിശ്ചയമാണ്. കാരണം വളരെ വ്യക്തമായിട്ട് നമ്മൾ വിശുദ്ധ നാട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വിശുദ്ധ നാട് ഒരു സത്യം പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വിശുദ്ധ നാട് നമ്മളോട് സത്യം പറയുകയാണ്. വിശുദ്ധ നാടിലെ ജീവിതം നമ്മളോട് പറയുന്നു കർത്താവ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. അപ്പം കർത്താവ് യേശു ക്രിസ്തു ഇല്ലാതിരിക്കുകയില്ല, അവൻ വരും, അവൻ രണ്ടാമത് വരിക തന്നെ ചെയ്യും എന്നുള്ള കാര്യമാണ് ഈ വചനത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.